സുഹൃത്തുക്കളെ, കൊടും നാശം വിതയ്ക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധ ഭീഷണിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോഴും വൻ ശക്തികൾക്കും അതുപോലെ യുദ്ധക്കുതിയന്മാർക്കും ആയുധ വ്യാപാരികൾക്കുമൊക്കെ കൊന്നുകളയും, തീർത്തുകളയും, നശിപ്പിച്ചു കളയും, കത്തിച്ചാമ്പലാക്കി കളയും എന്ന് തുടങ്ങിയിട്ടുള്ള വീരവാദങ്ങൾ മുഴക്കുന്നതിലാണ് താല്പര്യം. ഈ വീരവാദങ്ങൾ മുഴക്കുന്ന ആളുകൾ തെളിയിച്ചു പറഞ്ഞാൽ ഇറാനെ ദഹിപ്പിച്ചു കളയും, ഇറാനെ ഇല്ലാതാക്കി കളയും, കത്തിച്ചാമ്പലാക്കി കളയും, ടെഹ്റാന്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു തുടങ്ങിയ വീരവാദങ്ങൾ മുഴക്കുന്ന ഇസ്രായേൽ, ആ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഭൂഗർഭ അറയിൽ വെച്ചാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ വസ്തുത. പച്ചക്ക് വന്ന് പുറത്തു വന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ടോ പറയുകയല്ല. ഒരു തവണ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ-അവീവിലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു പോയപ്പോൾ അതിൻ്റെ നടുവിൽ വന്നു നിന്ന് സംസാരിച്ച നെതന്യാഹു അതിനു മുമ്പും ശേഷവും ബങ്കറിലേക്കാണ് പോയിട്ടുള്ളത്. ബങ്കറിൽ ഒളിച്ചു കഴിയുന്ന ഒരു രാഷ്ട്ര തലവനാണ് ഈ വീരവാദങ്ങൾ മുഴക്കുന്നത്. അപ്പുറത്ത് ആയത്തുള്ള ഖാമീനി, ഇറാന്റെ പരമോന്നത നേതാവ്, ബങ്കറിൽ നിന്നും ബങ്കറുകളിലേക്ക് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തായാലും ആയത്തുള്ള ഖാമീനി ബങ്കറിൽ പോയിട്ടുണ്ടോ ഇല്ലേ എന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചരണം മാത്രമാണോ അല്ലേ എന്നത് കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. മരണത്തെ അത്രയൊന്നും ഭയക്കാത്ത ഇറാനികളുടെ പരമോന്നത നേതാവും മരണത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മുമ്പും അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്, വിപ്ലവങ്ങൾ നടത്തിയിട്ടുള്ളത്. 1979 അമേരിക്കൻ മൂടുതാങ്ങിയായ ഷാ റിസ പഹ്ലവി എന്ന രാജാവിനെ നാടുകടത്താൻ, കെട്ടുകെട്ടിക്കാൻ 10,000ങ്ങളുടെ രക്തസാക്ഷിത്വമാണ് ഇറാനിൽ ഉണ്ടായിട്ടുള്ളത്. അന്നവർ മരണത്തെ ഭയപ്പെട്ടതായി കണ്ടിട്ടില്ല. അന്ന് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിലെ ചാരന്മാരുമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ട് ഇറാനുള്ളിൽ പലതരം സ്ഫോടനങ്ങൾ നടത്തുവാനൊക്കെ ഇസ്രായേലിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ അവർ മരണത്തെ ഭയപ്പെട്ടിട്ടില്ല. അതേ തുടർന്ന് അതിനുശേഷം ഇറാനിൽ വിപ്ലവം ഉണ്ടാവുകയും അമേരിക്കൻ മൂടുതാങ്ങികളെ കെട്ടുകെട്ടിക്കുകയും ചെയ്ത ശേഷം, അമേരിക്കൻ സ്വാധീനത്തെ മുഴുവൻ തുരത്തിയ ശേഷം ഒരു ജനകീയ ഗവൺമെന്റ് ഇറാനിൽ നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഗവൺമെന്റ് ഇറാനിൽ നിലവിൽ വന്നു. ആ ഗവൺമെന്റാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ മിഡിൽ ഈസ്റ്റിലെ പല രാഷ്ട്രങ്ങൾ കേന്ദ്രീകരിച്ചും ഗൾഫ് രാഷ്ട്രങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ അന്നും ഇന്നും അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അന്ന് വിപ്ലവാനന്തരം ഇറാനെ പെട്ടെന്ന് തകർത്ത് കളയാം എന്ന വ്യാമോഹത്തോടു കൂടിയാണ് ഇറാഖിനെ കൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിച്ചത്. ആ യുദ്ധം തുടർന്നു പോയത് 9 വർഷമാണ്. ആ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക വെള്ളം കുടിച്ചത് 12 വർഷമാണ്. തുടർന്ന് അമേരിക്ക ഇറാനുമായി സമാധാന സന്ധിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വന്നു. എന്നാൽ അതല്ല ഇസ്രായേലിന്റെ സ്ഥിതി. ഇസ്രായേൽ അമേരിക്കയുടെ ആയുധം വാങ്ങി, അമേരിക്കയുടെ എല്ലാ സഹായവും കൈപ്പറ്റി, അമേരിക്കയിൽ സ്വന്തം ആളുകളെ കൊണ്ടുപോയി അധികാരത്തിൽ പ്രതിഷ്ഠിച്ച് അവരെ കൊണ്ട് ഇസ്രായേലിന് അനുകൂലമായ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴും ഇസ്രായേലിന്റെ വീരവാദം, ഇസ്രായേൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദുർബലരായ അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ കടന്നു കയറിക്കൊണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ഒരു രാജ്യം പോലും ഇല്ലാത്ത, ഭരണമില്ലാത്ത, ഭരണകൂടമില്ലാത്ത, ഗവൺമെന്റ് ഇല്ലാത്ത, പോലീസ് ഇല്ലാത്ത, വെറും ചെറു മിലീഷ്യ മാത്രമുള്ള കൊച്ചു രാജ്യമായ, കൊച്ചു പ്രദേശമായ പാലസ്തീനെതിരെ ആക്രമിച്ചും അവിടുത്തെ ജനങ്ങളെ കൊന്നും, 55,000-ഓളം ആളുകളെ കൊന്നും, അതിനേക്കാളേറെ ആളുകളെ മുമ്പും കൊന്നിട്ടുണ്ട്, കൊല വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതാണ് ഇസ്രായേലിന്റെ വീരവാദം. ഇപ്പോൾ ഒരു ശക്തിയോട് ഇസ്രായേൽ ഏറ്റുമുട്ടേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പാഠം പഠിക്കുകയാണ്. ഇറാൻ എന്ന വൻ ശക്തിയോട് ഏറ്റുമുട്ടേണ്ടി വന്നപ്പോൾ
ഇസ്രായേൽ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം എന്താണെന്ന് ഇസ്രായേലിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. മരണം എന്താണ്, കൊലപാതകം എന്താണ്, ബോംബ് എന്താണ്, ബോംബ് വീണാലുള്ള ശിക്ഷ എന്താണ്, ബോംബ് വീണാലുള്ള അപകടം എന്താണ്, കെട്ടിടങ്ങൾ എങ്ങനെ തകരും എന്നൊക്കെ ഇസ്രായേൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ടെഹ്റാനിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിച്ചേക്കാം. ഇറാന്റെ ടെലിവിഷൻ കേന്ദ്രം ബോംബിടാൻ ഇസ്രായേലിന് കഴിഞ്ഞേക്കാം. പക്ഷേ മിസൈലുകളെ തടുക്കാൻ അവർക്കിപ്പോഴും സാധിക്കുന്നില്ല. ഏതാണ്ട് ഇസ്രായേലിന്റെ 60% വിമാനങ്ങൾ ഇതുവരെയായി യുദ്ധത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞു. അതിൽ എത്ര എണ്ണം വീണു, എത്ര എണ്ണം ചാരമായി പോയി എന്നതിന്റെ കണക്കൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇറാൻ പ്രയോഗിക്കുന്ന മിസൈലുകളാണ്, യുദ്ധവിമാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങളോളം ചെലവ് അതിന് വരികയില്ല. ആ മിസൈലുകൾ പതിച്ച് അതിനേക്കാളേറെ മാരകമായ നാശം അവിടെ വിതയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇസ്രായേലിലെ ജനം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പേടിച്ച് വിറച്ച് ഉടുതുണി പോലുമില്ലാതെ നെട്ടോട്ടമോടുന്ന കാഴ്ച നാം ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിലും മറ്റും കണ്ടു. അവരിപ്പോഴും ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുന്ന സൈറൺ, ഓരോ മണിക്കൂറുകളിലും അവരുടെ ടെലിഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന ആപത്തിന്റെ ആ ബോംബ് ഭീഷണിയുടെ സൈറൺ കേട്ട് ബങ്കറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനത എത്ര നാൾ ഇങ്ങനെ ബങ്കറിൽ ജീവിക്കും? കേരളത്തിൽ പോലും ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ വിജയം ആഘോഷിക്കുന്ന ആളുകളുണ്ട്. മരണത്തിൽ, കൂട്ടക്കൊലകളിൽ വിജയം ആഘോഷിക്കുന്ന ജനസമൂഹത്തെ ഒരുപക്ഷെ ഇവിടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ അവർ ബങ്കറുകളിലെ ജീവിതം മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ധാരാളം ആളുകൾ ഇസ്രായേലിലേക്ക് ജോലിക്കായി പോയിട്ടുണ്ട്. ഗസ പിടിച്ചെടുക്കുമെന്നും അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രമാക്കുമെന്നും ഒക്കെയുള്ള ട്രംപിന്റെ വീരവാദം കേട്ട് അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സാധ്യത തേടി കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ ഇസ്രായേലിലേക്ക് കുതിച്ചു പാഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ ഭീതിയിൽ കഴിയുകയാണ്. ആ ആളുകളോട് നമ്മൾ ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് ടെലിഫോൺ മുഖേന നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓരോ മണിക്കൂറിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, ഓരോ നിമിഷവും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സൈറണുകൾ കേട്ട് ഭീതിയോടാണ് ഞങ്ങൾ കഴിയുന്നത്. ഉറങ്ങാൻ കഴിയുന്നില്ല, ജീവിതമില്ല, ഇതിൻ്റെ അകത്താണ്, ബങ്കറുകളിൽ അകത്താണ് എന്ന ഭീതിജനകമായ വിവരങ്ങളാണ് കിട്ടുന്നത്. അതിനെയാണ് ഇവിടെ വിജയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വിജയമെങ്കിൽ അത് വല്ലാത്ത ഒരു വിജയം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ഇസ്രായേലിന്റെ മനോവിചാരം? തങ്ങൾ ഒറ്റക്കങ്ങ് പോയി ഒരു യുദ്ധം ചെയ്ത് വിജയിച്ചു കളയാം, ഒന്നാമത്തെ വിചാരം. രണ്ടാമത്തെ വിചാരം, ഞങ്ങൾ അങ്ങനെ പോയി യുദ്ധം ചെയ്താലും അമേരിക്ക പിന്തുണയ്ക്കും, അമേരിക്ക കൂടെ നിൽക്കും, അമേരിക്ക ഒപ്പം യുദ്ധം ചെയ്യാൻ വരും എന്നൊരു വിചാരവും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപിന് ഉള്ളിൽ ഭീതി കത്തിയാളി. അങ്ങനെ പിന്തുണയ്ക്കാൻ ട്രംപിന് കഴിയുകയില്ല എന്ന് മനസ്സിലായി. ട്രംപിന് പിന്തുണയ്ക്കണമെന്നും ഉണ്ടായിരുന്നു, പക്ഷേ സാധിക്കുന്നില്ല. എന്താണ് സാധിക്കാതിരിക്കാൻ കാരണം? ഇപ്പോൾ അറബ് ലോകം ഒറ്റക്കെട്ടാണ്. ഏകപക്ഷീയമായ അക്രമം അത് ഇറാനെതിരെ ആയിരുന്നാലും, അത് ഇന്ത്യക്കെതിരെ ആയിരുന്നാലും, അത് വേറെ ഏത് രാജ്യങ്ങൾക്കെതിരെ ആയിരുന്നാലും ആ ഒറ്റപ്പെട്ട ഏകപക്ഷീയമായ അക്രമങ്ങളെ, ഏകപക്ഷീയമായ യുദ്ധങ്ങളെ ഒന്നും മനസ്സാക്ഷിയുള്ള ഒരു രാജ്യവും പിന്തുണയ്ക്കുകയില്ല. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളുടെ പണം മുഴുവൻ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നത്, നിക്ഷേപിച്ചിരിക്കുന്നത് അമേരിക്കൻ ബാങ്കുകളിലാണ്. ആ അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് മുമ്പൊരിക്കൽ ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായപ്പോൾ അറബികൾ ഒന്നടങ്കം പണം പിൻവലിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ശ്രമം തുടങ്ങിയതേ ഉള്ളൂ, അമേരിക്ക മുട്ടുകുത്തി നിന്നു. പ്രാർത്ഥിച്ചത് കർത്താവിനോടല്ല, പ്രാർത്ഥിച്ചത് അറേബ്യൻ ഷെയ്ഖുമാരോടായിരുന്നു. ദയവേത് പിൻവലിക്കരുത്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാം. അതേ അവസ്ഥ വീണ്ടും സംജാതമാകും. അറബികൾ പണം പിൻവലിക്കാൻ തുടങ്ങിയാൽ, ഗൾഫ് സമ്പന്ന രാജ്യങ്ങൾ പണം, അവരുടെ പെട്രോ ഡോളറുകൾ പിൻവലിക്കാൻ തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് ദാരിദ്ര്യം പിടിപെടും. അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവും. അതിലൊരു സംശയവുമില്ല. അങ്ങനെയുള്ള യുദ്ധം ചെയ്യാതെ തന്നെ, ആയുധമെടുക്കാതെ തന്നെ
രക്തം ചിന്താതെ തന്നെ, നിരപരാധികളെ കൊന്നൊടുക്കാതെ തന്നെ, 11,000-ഓ 15,000-ഓ കുഞ്ഞുങ്ങളെ നരബലി കൊടുക്കാതെ തന്നെ യുദ്ധം വിജയിക്കാൻ കഴിയും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക്. അതാണ് അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുള്ള പണത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതൊന്നടങ്കം പിൻവലിക്കാൻ തുടങ്ങിയാൽ, അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങിയാൽ അമേരിക്ക ദരിദ്രമാകും. ആ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് തികഞ്ഞ ഭീതി അമേരിക്കക്കുണ്ട്. അമേരിക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. പെട്രോളിന് പകരമായിട്ടുള്ള പലതും, സൗരോർജം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഗവേഷണങ്ങളിലൂടെ പുരോഗമിച്ചു വരികയും നടപ്പിലാക്കി വരികയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പെട്രോളിന്റെ പ്രാധാന്യം, ഊർജത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് ഉപയോഗിക്കാതെ നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ തന്നെ ആവശ്യമാണ്, അതിന് പണം ആവശ്യമാണ്. അത് നിലനിൽക്കുന്ന കാലത്തോളം ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നമായിരിക്കുകയും ചെയ്യും. അത് ഇറാനിലുണ്ട്, ഇറാഖിലുമുണ്ട്. അതുള്ള കാലത്തോളം അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ഇറാൻ വലിയൊരു രാജ്യമാണ്. ഇസ്രായേലിനെ പോലെ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുള്ള ഒരു രാജ്യമല്ല ഇറാൻ. ഇറാൻ ആര്യവംശത്തിന്റെ കയ്യിൽ പണ്ടേ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതങ്ങനെ അങ്ങ് ഒരു കാറ്റിലൂടെ ഊതി തെറിപ്പിച്ചു കളയാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അങ്ങനെയൊന്നും സാധ്യമല്ല, സാധിക്കുകയുമില്ല. ഇറാനിലെ തലമുതിർന്ന കുറെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക മേധാവികളെയും കൊന്നുകളഞ്ഞാൽ ഇറാൻ നശിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇസ്രായേലിന്. അങ്ങനെയാണ് അവർ അവിടെയുള്ള ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ സൈനിക മേധാവികളെയും ആണവശാസ്ത്രജ്ഞന്മാരെയും വധിച്ചത്. പക്ഷേ ഒരു മണിക്കൂറിനകം ബദൽ ശാസ്ത്രജ്ഞരെയും ബദൽ സൈനിക മേധാവികളെയും അവരോധിക്കാൻ ഇറാന് സാധിച്ചു. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ മനോധൈര്യം നഷ്ടപ്പെട്ടിരുന്നു. വേണ്ടതുപോലെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിക്കാതിരുന്നപ്പോൾ ഉള്ള ധൈര്യവും ചോർന്നുപോയിരിക്കുന്നു. എന്താണ് അവശേഷിക്കുന്നത് എന്നത് കണ്ടറിയണം. ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഇസ്രായേലിന്റെ ഗതികേടായിരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ടായിരിക്കണം പരസ്യമായിട്ട്, രഹസ്യമായി ട്രംപുമായിട്ടുള്ള എല്ലാതരം ഇടപാടുകളും, അമേരിക്കയുമായിട്ടുള്ള ഇടപാടുകളും തുടരുമ്പോൾ തന്നെ അതുകൊണ്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കണം പരസ്യമായി ട്രംപിനോട്, അമേരിക്കയോട് ഞങ്ങളെ പിന്തുണയ്ക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, യുദ്ധത്തിന് കൂടെ നിൽക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. അത് മാത്രമോ, യുദ്ധം നിർത്താൻ ഇടപെടണമെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ ഇന്ത്യ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിന്റെ അടിയൊഴുക്കുകളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം ഇസ്രായേൽ സമ്പൂർണ്ണ പരാജയം വാസനിക്കുന്നു, മണക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.